ചെറിയ മരമായിട്ടുള്ള വാഴ നമ്മുടെ കേരളത്തിലെ വൻ മരങ്ങളെ പിഴുതെറിഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു തേരോട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സവിൻ സാ സംവിധാനം ചെയ്ത് ബിപിൻ ദാസിന്റെ കിടിലൻ സ്ക്രിപ്റ്റിൽ ഇറങ്ങിയ സിനിമയാണ് വാഴ 2. ആഷിർ, വിനായകൻ, അജിൽ, അലൻ ഇവർ 4 പേരുമാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയത്. സിനിമയെക്കുറിച്ചിട്ട് നമ്മൾ ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. 4 ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 75 കോടിക്ക് മുകളിലാണ്. സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ എന്ന് പറയുന്നത് 4.5 കോടിയോളമാണെങ്കിൽ 4-ാം ദിനം ഞായറാഴ്ച ഈ സിനിമ നേടിയിരിക്കുന്നത് ഗംഭീര കളക്ഷനാണ്. 8,40,00,000 രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. വൻമരങ്ങളെല്ലാം പിഴുതെറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചെറിയ സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിയത്. അത് ആ സിനിമയുടെ ഒരു മേക്കിംഗ്, സിനിമയുടെ കണ്ടന്റ്, സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നവരുടെ മികവ് തന്നെയാണ് ഈ സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. 100 കോടി ക്ലബിലേക്ക് എത്താനൊന്നും വലിയ സൂപ്പർ സ്റ്റാർ പരിവേഷം വേണമെന്നൊന്നുമില്ല. ഇത്രയും നല്ല സ്ക്രിപ്റ്റുകളിൽ പുതിയ താരങ്ങൾ അഭിനയിച്ചാലും സിനിമ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നത്. കാരണം പ്രേക്ഷകരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് സിനിമ വിജയിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് വാഴ എന്ന ഈ ഒരു സിനിമയുടെ വലിയൊരു വിജയത്തിലേക്ക് എത്താനായിട്ടുള്ള കാരണം. അത് അതിൻ്റെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് തന്നെയാണ്, അതിൻ്റെ കണ്ടന്റ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് കിഡു കോമഡി എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ ചിരി ചൂപ്പാട് വരുന്ന കോമഡിയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമയുടെ ഗ്രാഫും കുത്തനെ മുകളിലേക്ക് പോവുക. കാരണം സെക്കൻഡ് ഹാഫിലും കോമഡി ഉണ്ട് എങ്കിൽ ഇമോഷണൽ രംഗങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള ഇമോഷണൽ രംഗങ്ങളാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് ആ കഥാപാത്രങ്ങളിലൂടെ നമ്മളും ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നതായിട്ടാണ് ആ സിനിമയുടെ ഒരു മേക്കിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് സവിൻ സായിക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കണം. കാരണം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള വിപിൻ ദാസിനും കൊടുക്കണം വലിയൊരു സല്യൂട്ട്. ആഷിറിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടറാണ് വിനായകന്റെ അച്ഛനായിട്ട് നമ്മുടെ ബിജുക്കുട്ടനാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ അച്ഛനെയും ബാപ്പായൊക്കെ ഓർമ്മ വരുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതിനകത്ത് നമ്മുടെ വിനായകൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ല. ചെയ്തിട്ടുള്ളവരെല്ലാം അടിപൊളി പെർഫോമൻസ് ആണ്. 100 കോടി, 150 കോടി, ചിലപ്പം 200 കോടി ക്ലബിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ സിനിമയ്ക്കുണ്ട്. എല്ലാ സെൻറ്ററുകളിലും സിനിമ ഗംഭീര കളക്ഷൻ തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. കളക്ഷനിലുള്ള ഈ ഒരു തേരോട്ടം 2026 തുടക്കത്തിൽ തന്നെ മലയാള സിനിമയ്ക്ക് സുവർണ കാലഘട്ടം തന്നെയാണ്. ഇപ്പം ആടെന്ന് പറയുന്ന സിനിമ എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞതാണ്. എനിക്കൊരു ആവറേജ് ഫീലാണ് ആ ഒരു സിനിമ തന്നത്. പക്ഷെ ആ സിനിമ പോലും 100 കോടി ക്ലബിൽ കയറി എന്നാണ് അവകാശപ്പെടുന്നത്. അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ബുക്ക് മൈ ഷോ നോക്കിയാലും അതല്ല നമ്മൾ തിയേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിലും തിയേറ്ററിലൊക്കെ ജനം ഇടിച്ചുകുത്തി നിൽക്കുകയാണ്. 12 മണിക്കൊക്കെ എക്സ്ട്രാ ഷോസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ 10 റെക്കോർഡ് സിനിമകളിൽ 1-ാം സ്ഥാനത്തേക്ക് വാഴ എന്ന സിനിമ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മലയാള സിനിമയിൽ ഒരുപിടി നല്ല നല്ല സിനിമകൾ റിലീസിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. 10-ാം തീയതി പള്ളിച്ചട്ടമ്പി എന്ന സിനിമയും റിലീസിനായിട്ട് എത്തി നിൽക്കുകയാണ്. മെയ് 1-ാം തീയതിയാണ് മലയാളത്തിൻ്റെ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള മമ്മുക്ക, ലാലേട്ടൻ, ഫഹദ്, ചാക്കോച്ചൻ, നയൻതാര കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന സിനിമയും റിലീസിനായിട്ട് എത്തുന്നത്. സിനിമ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമകളുടെ എല്ലാ റെക്കോർഡ് കളക്ഷൻ ബ്രേക്ക് ചെയ്യുന്ന മലയാളത്തിലെ അടുത്ത ഒരു വമ്പൻ ഹിറ്റ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണുക. നല്ല നല്ല സിനിമകളെ എന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. മലയാളത്തിൽ ഇത്തരം നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.